മുഹമ്മദ് റിയാസിനെ പേടിച്ചെന്ന് തന്നെ പറയാം. പേടിച്ച് ബേപ്പൂര് വേണ്ട എന്ന് പറഞ്ഞ് നിന്ന ആളാണ്. ആദ്യം കുറച്ച് നാൾ പറഞ്ഞു ഞാൻ മുഹമ്മദ് റിയാസിനെതിരെ തന്നെ മത്സരിക്കും എന്ന് പറഞ്ഞ് വാശിയായിരുന്നു കുറച്ച് നാള്. പിന്നെ അത് മനസ്സിലായി ഇത് മണ്ഡലം ശരിക്കും LDFന്റെ കോട്ടയാണ്. LDFന്റെ കോട്ടയാണെന്ന് അറിഞ്ഞപ്പോൾ ഒന്ന് മുട്ടുവിറച്ച സമയത്ത് വേണ്ട ഇനി ഞാൻ ബേപ്പൂരിൽ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ പേടിച്ചോടിയ ആളാണ് അൻവർ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇപ്പൊ അതേ കോൺഗ്രസ് പറയുന്നു ബേപ്പൂരിൽ തന്നെയായിരിക്കും അൻവറിനെ മത്സരിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ പോലെ അൻവർ ഇങ്ങനെ തൃശങ്കുവിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണെന്ന് തോന്നുന്നു. കാരണം വേറെ സീറ്റൊന്നും ഇപ്പൊ കൊടുക്കാനില്ല, ബേപ്പൂര് തന്നെ നിൽക്കേണ്ടി വരും എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പൊ അൻവർ എത്തിയിരിക്കുന്നത്. എന്തായിരിക്കും ഇനിയുള്ള കാര്യങ്ങളൊക്കെ? ഇത് ശരിക്കും എന്ത് പറഞ്ഞിട്ടാണ് ഈ PV അൻവർ CPM എന്ന് പറയുന്ന പാർട്ടിയിൽ അല്ലെങ്കിൽ LDF എന്ന് പറയുന്ന മുന്നണിയായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ എന്തോ വലിയ പിണറായിസം സംഭവിക്കുന്നു. പിണറായി വിജയൻ RSSന് വേണ്ടി കൊടിപിടിക്കാൻ നടക്കുന്നു, RSSനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ BJPയുമായി സന്ധി ചെയ്യുന്നു തുടങ്ങി ഒരുപാട് നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുകയും അതോടൊപ്പം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുന്ന P ശശിക്കെതിരായിട്ട് ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ശരിക്കും ഇറങ്ങുന്നത്. പിന്നീട് പിണറായിസം എന്ന് പറയുന്നൊരു വാക്ക് ഇവിടെ മലയാളിക്ക് പരിചയപ്പെടുത്തുന്നത് ശരിക്കും എനിക്ക് തോന്നുന്നു PV അൻവറാണ്. പിണറായിസവും അതുവരെ ഇല്ലായിരുന്ന മരുമോനിസം എന്ന് പറയുന്ന ഒരു കാര്യം കൂടി മലയാളിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അങ്ങനെ പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ട് ഇവിടെ ഞാൻ പോരാടാൻ പോകുന്നത് പിണറായിസത്തിനും മരുമോനിസത്തിനും എതിരെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ PV അൻവർ ഇറങ്ങിയത്. അപ്പോൾ ആ ഇറക്കത്തിൽ തന്നെ നമുക്ക് മനസ്സിലായി PV അൻവറിന്റെ ചാട്ടം എങ്ങോട്ടാണെന്ന്. PV അൻവർ എന്തായാലും ഈ സംഘപരിവാരമായിട്ട് സന്ധി ചെയ്യാൻ ഒരു സാധ്യതയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PV അൻവറിന്റെ ആശയങ്ങൾക്കെല്ലാം എതിര് നിൽക്കുന്ന ഒരു പാർട്ടി തന്നെയാണ് ഈ പറയുന്ന BJP പോലെ ഒരു പാർട്ടി, അല്ലെ സംഘപരിവാർ പാർട്ടികൾ. അപ്പോൾ അതിലേക്ക് PV അൻവറിനെ ഒരിക്കലും അവർ ഉൾക്കൊള്ളുകയുമില്ല, PV അൻവർ അങ്ങോട്ട് പോവുകയുമില്ല. അതാണ് അതിൻ്റെ ഒരു രീതി. ഇനിയും അളമുട്ടിയ ചേരയും കടിക്കുമെന്ന് പറയുന്ന പോലെ ചിലപ്പോൾ PV അൻവറിന് തീരെ ഗത്യന്തരം ഇല്ലെങ്കിൽ BJPയിലേക്ക് പോകാനും PV അൻവറിന് മടിയില്ല എന്നുള്ളത് നമുക്ക് PV അൻവറിന്റെ ഒരു രാഷ്ട്രീയ സ്ഥിതി വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം. നിലപാടില്ല. ഇപ്പൊ ഏറനാട് തന്നെ മത്സരിക്കാൻ വേണ്ടി സ്വന്തമായിട്ട് പോസ്റ്റർ അച്ചടിച്ചിറക്കി സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച ഒരു വ്യക്തിയാണ്. ഇപ്പൊ തന്നെ പല മണ്ഡലങ്ങളിലും ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ പല മണ്ഡലങ്ങളിലും സ്വയം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളെ നിർത്തി, ഒരു മുന്നണിയുടെ പിൻബലമില്ലാതെ. അതോടൊപ്പം തന്നെ കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് VD സതീശനുമായിട്ടുള്ള ഉടക്ക് കാരണം VD സതീശൻ വാതിലടച്ചു എന്ന് പറഞ്ഞാണ്. ആ വാതിലടച്ചു എങ്കിൽ തന്നെയും രാത്രിയിൽ പിൻവാതിലിലൂടെ പോയി മുട്ടി വിളിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു. അപ്പോൾ അങ്ങനെ ചില സന്ധിജയിലൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വീണ്ടും PV അൻവർ സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയും ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയെന്നുകൊണ്ട് പിണറായിസത്തിനെതിരെയും മരുമോനിസത്തിനെതിരെയും പോരാടാൻ ഉറച്ചിരിക്കുക. ഒന്നുകിൽ എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് PV അൻവർ ശരിക്കും മത്സരിക്കേണ്ടത് ഒന്നുകിൽ ബേപ്പൂര് മത്സരിക്കണം, അപ്പം മരുമോനിസത്തിനെതിരെയാവും. രണ്ട് ധർമ്മടത്ത് മത്സരിക്കണം, അത് പിണറായിസത്തിനെതിരായുള്ള ജനവിധിയാവും. അപ്പം ഇങ്ങനെ ഈ രണ്ട് മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒരു മണ്ഡലം പിടിക്കുന്ന PV അൻവർ തൻ്റെ ഇടമുള്ളവനാണെങ്കിൽ PV അൻവർ ചെയ്യേണ്ടത് ഈ രണ്ട് മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഇവിടെ നിൽക്കണം എന്നുള്ളതാണ്. അതെ, കാരണം എന്ന് വെച്ചാൽ ബേപ്പൂരിന്റെ ഒരു പൊളിറ്റിക്കൽ സ്റ്റൈൽ അതാണ്. കാര്യം അതൊരു ഇടതുപക്ഷ കോട്ടയാണ്. ശരിക്കും ഇടതുകോട്ടയിൽ ഇപ്പൊ കഴിഞ്ഞ തവണ 87 പിന്നെ അധികം വോട്ടുകൾ പിടിച്ച ഒരാളാണ് അവിടെ. 87 മേളിൽ വോട്ട് പിടിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 27,000-ഓളം വരുന്ന പിന്നെ ഇതുണ്ട് അവിടെ, ഭൂരിപക്ഷം ഈ പിന്നെ നമ്മുടെ റിയാസിനുണ്ട്. പിന്നെ തന്നെയുമല്ല മുഹമ്മദ് റിയാസിനെ കുറിച്ച് ഈ പിണറായിസം മരുമോനിസം എന്നൊക്കെ പറയുന്ന പറച്ചിൽ PV അൻവർ പറഞ്ഞുകൊണ്ടിരുന്നാലും ശരി, ജനങ്ങൾ എങ്ങനെ വിശ്വസിക്കണം? കാരണം എന്താണെന്ന് ചോദിച്ചാൽ PV അൻവറിനെ ഒരു കാലത്തും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ള കാര്യം ജനത്തിന് ബോധ്യപ്പെട്ടു. ഒന്ന്, നിലമ്പൂർ ജനതയോട് കാണിച്ചൊരു വഞ്ചനയുണ്ട്. അത് നമ്മൾ തുടക്കം മുതൽ തന്നെ നമ്മൾ തന്നെ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അത് ഒരാളെ MLA ആക്കി ജനം അവരോധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് ചില ഉത്തരവാദിത്തങ്ങൾ ആ ജനതയോട് പാലിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരം ഉത്തരവാദിത്തങ്ങളിൽ നിന്നും PV അൻവർ നൈസായിട്ട് ഒളിച്ചോടുകയാണ് ചെയ്തു. എന്നാൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചേക്കേറാനുള്ള ശ്രമം നടത്തണമായിരുന്നു. അവിടെ നേരത്തെ DMK-യിലേക്ക് പോകുന്നു, ഇവിടെ എന്തോ മലമറിക്കാൻ പോകുന്നു DMK വെച്ചിട്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ദ്രാവിഡ മുന്നേറ്റ കഴകത്തെക്കുറിച്ച് പിന്നീട് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു DMK, ഒരു ഡ്യൂപ്ലിക്കേറ്റ് DMK ഇവിടെ ഉണ്ടാക്കി. ആ DMK വെച്ചിട്ട് ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് ചേലക്കര മത്സരിപ്പിക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ അവിടെയും വലിയ നേട്ടമൊന്നും ഉണ്ടാക്കാതെ പോയി. എന്നിട്ട് ആ സമയത്തും പറഞ്ഞു അപ്പോഴും UDF-ആയിട്ടൊരു ബന്ധം ഉണ്ടാക്കാനായിട്ട് നിൽക്കുന്നു. ഈ PV അൻവർ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ VD സതീശനെതിരായിട്ട് നിയമസഭയിൽ വളരെ എന്താ പറയുക സീരിയസ് ആയിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ച ഒരാളാണ്. അത് ഈ VD സതീശൻ പിന്നെ ഇത് മീൻവണ്ടിക്കകത്ത് 150 കോടി രൂപ കടത്തി എന്ന് പറയുന്ന ഒരു വലിയ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ച ഒരു വ്യക്തി കൂടിയാണ് PV അൻവർ. ആ PV അൻവർ മുന്നണിയിലേക്ക് അല്ലെങ്കിൽ ആ സമയത്ത് VD സതീശനോട് മുന്നിൽ വെച്ച ചില ആശയങ്ങളുണ്ട്. അതായത് നിങ്ങൾ രമ്യ ഹരിദാസിനെ പിൻവലിച്ചുകൊണ്ട് അവിടെ എൻ്റെ സ്ഥാനാർത്ഥിക്ക് DMK-യുടെ സ്ഥാനാർത്ഥിക്ക് നിങ്ങൾ പിന്തുണ കൊടുക്കണം.
അങ്ങനെ വന്നാൽ പാലക്കാട് സ്ഥാനാർത്ഥിക്ക് ഞങ്ങൾ പിന്തുണ കൊടുക്കാം, ഞങ്ങൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥി പിൻവലിക്കുന്നു. പക്ഷേ അവിടെയും പി വി അൻവർ പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ പി വി അൻവറിന്റെ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അന്ന് വി ഡി സതീശൻ പറഞ്ഞത് തമാശയാണോ ഇതെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ പാലക്കാട് അവിടെയും വിട്ടുവീഴ്ച ചെയ്തത് പി വി അൻവറാണ്, അവിടെ തോറ്റുപോയത് പി ഡി അൻവറാണ്. ഈ പി വി അൻവർ ചെന്നിട്ട് എന്ത് ചെയ്തു, പാലക്കാട് അവരുടെ സ്ഥാനാർത്ഥി പിൻവലിച്ചു. പക്ഷേ ചേലക്കരയിലെ സ്ഥാനാർത്ഥി പിൻവലിച്ചില്ല. വലിയ വോട്ട് നേട്ടമൊന്നും ചേലക്കരയിൽ അയാൾക്ക് ഉണ്ടാക്കാനും കഴിഞ്ഞില്ല. അതേസമയം മറിച്ച് പാലക്കാട് ഇവർ പിന്തുണയ്ക്കുകയും ചെയ്തു. ആ സമയത്ത് തന്നെ വയനാട് ഉപതെരഞ്ഞെടുപ്പും വന്നു. ആ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിയെ പിന്തുണച്ചുകൊണ്ടാണ് പി വി അൻവർ നിലകൊണ്ടത്. അപ്പം പി വി അൻവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി, അതേസമയം യു ഡി എഫ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല എന്നുള്ളതാണ്. ഇപ്പം പുതിയ തെരഞ്ഞെടുപ്പിന്റെ ഒരു സ്റ്റണ്ട് വന്നു കഴിഞ്ഞപ്പോഴേക്ക് പി വി അൻവറിനെ ബേപ്പൂർ മത്സരിപ്പിക്കാം എന്നുള്ളതാണ് യു ഡി എഫ് എടുത്തിരിക്കുന്ന തീരുമാനം. ഇതിൽ രണ്ടായിട്ട് കാണാം. ഒന്ന്, പി വി അൻവർ നിൽക്കുന്നതുകൊണ്ട് അവിടെ ഈ വർഗീയ വോട്ടുകൾ കുറച്ച് വിഘടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ഇദ്ദേഹത്തിന് നമ്മുടെ മുഹമ്മദ് റിയാസിന് കിട്ടുന്ന കുറച്ചധികം വർഗീയ വോട്ടുകൾ കൂടി പി വി അൻവറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ അവിടെ കുറച്ചുകൂടെ വിള്ളൽ ഉണ്ടാവും എന്നുള്ള ഒരു തോന്നൽ ഒരു പക്ഷേ യു ഡി എഫിന് ഉണ്ടാകാം. എന്നിട്ട് വളരെ പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, കാര്യം ഇപ്പോൾ ഇടതുപക്ഷം എടുത്തിരിക്കുന്ന ഒരു ന്യൂനപക്ഷ വിരുദ്ധ നിലപാട് എന്ന് യു ഡി എഫ് പറഞ്ഞു വരുത്തുന്ന ഒരു നിലപാടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ സി പി എം അല്ലെങ്കിൽ ഇപ്പോഴത്തെ എൽ ഡി എഫ് എടുത്തിരിക്കുന്ന പറഞ്ഞാൽ ഒരു ന്യൂനപക്ഷ വിരുദ്ധ സമീപനമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു മതരാഷ്ട്രവാദികളായ ഒരു ഗ്രൂപ്പിനെതിരായിട്ട് എടുത്തിരിക്കുന്ന നിലപാടാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പോലും പറയുന്നത് ഒരു ഭൂരിപക്ഷ വർഗീയതയെ ചെറുക്കാൻ വേണ്ടി ന്യൂനപക്ഷ വർഗീയതയെ കൂട്ടുപിടിക്കരുതെന്ന് പറഞ്ഞ്. ഇവിടെ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി ഒരു തീവ്രവാദ സംഘടനയാണെന്നും അതിന് ഒരു മതരാഷ്ട്രവാദം ഉള്ള ബോധമുള്ള ഒരു പാർട്ടിയാണ് എന്നുള്ള ഒരു അഫിഡവിറ്റ് ഹൈക്കോടതിയിൽ 2014 കൊടുത്തിരിക്കുന്നത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ഇവരുടെ പ്രസിദ്ധീകരണങ്ങളടക്കം കണ്ടുകെട്ടിക്കൊണ്ടുള്ള ഒരു നീക്കം ഇവിടെ ഉണ്ടാവുന്നത്. അപ്പം ഇവർ മതരാഷ്ട്രവാദികളാണ് എന്ന് പരക്കെ പറയുകയും ഇതിനു മുമ്പ് തന്നെ ഈ പറയുന്ന സംഘടനയെ പി വി നരസിംഹറാവു പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിരോധിക്കുകയും ചെയ്തതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കോൺഗ്രസ് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയോട് ചെയ്തിട്ടുണ്ട്, അവരുടെ വെൽഫെയർ പാർട്ടിയോട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പശ്ചാത്തലത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ തീർച്ചയായും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ കാര്യങ്ങൾ ഏറെക്കുറെ ശരിയാണ്. ഒരു മതരാഷ്ട്ര വാദം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പാർട്ടി ഒരു ഭീകരവാദ സംഘടന തന്നെയാണ്, അല്ലെങ്കിൽ മുസ്ലിം. അപ്പം അതിനെതിരായുള്ള നീക്കം എങ്ങനെയാണ് മുസ്ലിം വിരുദ്ധതയാകുന്നത് എന്നൊരു വലിയ ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ ഇവര് ഇപ്പൊ യു ഡി എഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ശ്രമം എന്ന് പറഞ്ഞാൽ ഇതിനെ ന്യൂനപക്ഷ വർഗീയതയാക്കി ചിത്രീകരിക്കുകയാണ്, അതായത് ന്യൂനപക്ഷ വിരുദ്ധതയാക്കി ചിത്രീകരിക്കുകയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഇടതുപക്ഷത്തിന്റെ സ്റ്റാൻഡ് അതല്ല. സ്റ്റാൻഡ് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയാണ്, അല്ലാതെ വേറെ ഒരു ന്യൂനപക്ഷ സംഘടനകൾക്കും എതിരെ അല്ല ശരിക്കും ഈ പറയുന്ന ഇടതുപക്ഷത്തിന്റെ നിലപാട്. ഈ വി ഡി സതീശൻ മറിച്ചൊരു നരേറ്റീവ് കൊടുക്കാനാണ് ഇപ്പം വി ഡി സതീശൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇപ്പം നടന്നു വരുന്നത്. അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇടതുപക്ഷക്കാരനായ നമ്മുടെ മുഹമ്മദ് റിയാസിന്റെ വോട്ടുകൾ സ്പ്ലിറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അതായത് അവർക്ക് വീഴേണ്ട ന്യൂനപക്ഷ വോട്ടുകളിൽ വ്യാപകമായ വിള്ളലുണ്ടാവുമെന്നും അത് തനിക്ക് ഗുണകരമാകുന്ന രീതിയിൽ പി വി അൻവറിലൂടെ യു ഡി എഫിലേക്ക് ആ വോട്ട് എത്തിക്കാൻ കഴിയും എന്നാണ് ശരിക്കും യു ഡി എഫിൽ അല്ലെങ്കിൽ ഈ പറയുന്ന വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കന്മാർ വിശ്വസിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പി വി അൻവറിനെ മുഹമ്മദ് റിയാസിനെതിരെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നത്. എങ്ങാനും ഈ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴുകയും അവിടെ റിയാസ് പരാജയപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ നേട്ടം പി വി അൻവറിന് തന്നെയാണ്. അവിടെ ഈ പറയുന്ന മരിമോനിസം അവസാനിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു വലിയ ഒരു സംഭവം അവിടെ നടക്കാൻ പോവാണ്. അത് ആ ഒരു ഇമേജ് വരുമ്പോൾ ആ ഇമേജ് പി വി അൻവറിന് ഗുണകരമായി മാറുകയും ചെയ്യും, യു ഡി എഫിന് ഗുണകരമാണ്. ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അങ്ങനെ വരുമ്പോൾ ഈ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മരുമോൻ ആയതുകൊണ്ടല്ല മുഹമ്മദ് റിയാസ് ഇങ്ങനെ എത്തിയത്. ഈ മുഹമ്മദ് റിയാസിന് ശക്തമായ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. ഒരു ഇടത് പശ്ചാത്തലം എSFIയിലൂടെയും DYFIയിലൂടെയും ഒക്കെ പ്രവർത്തിച്ചു വന്ന ദേശീയ നേതാവ് വരെ ആയിരുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന നമ്മുടെ മുഹമ്മദ് റിയാസ്. ഈ മുഹമ്മദ് റിയാസും പി വി അൻവറും തമ്മിൽ എങ്ങനെ താരതമ്യം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വേറൊരു ചോദ്യം. പി വി അൻവറിന് അങ്ങനെ പറയത്തക്ക ഒരു വലിയ രാഷ്ട്രീയ പശ്ചാത്തലം ഒന്നും പറയാൻ പറ്റില്ല. കോൺഗ്രസ്സുകാരനായിരുന്നു, ലീഗായിരുന്നു, പിന്നീട് ഈ പറയുന്ന ഇടതുപക്ഷത്തിന്റെ സഹയാത്രികനായി മാറുന്നു, സ്വതന്ത്രനായി മാറുന്നു. അവിടെ നിന്ന് മാറിയിട്ട് ഇപ്പൊ DMKയിൽ പോകുന്നു, പിന്നെ തൃണമൂൽ കോൺഗ്രസിലേക്ക് എത്തുന്നു. ഇപ്പൊ തൃണമൂൽ കോൺഗ്രസിനെയും കൊണ്ട് ഈ പറയുന്ന UDFന്റെ ഘടകകക്ഷിയായി മാറാൻ ശ്രമിക്കുന്നു. ഇത് ഇങ്ങനെ നിലനിൽപ്പില്ലാത്ത അല്ലെങ്കിൽ സാഹചര്യത്തിനനുസരിച്ച് സൗകര്യത്തിനനുസരിച്ച് പാർട്ടിയുടെ കൊടിയും നിറവും മാറ്റിക്കൊണ്ടിരിക്കുന്ന പി വി അൻവറിനെ എങ്ങനെയാണ് UDFന് ഇത്ര അഡമന്റായിട്ട് വിശ്വസിക്കാൻ കഴിയുക? അല്ല, ജനങ്ങൾ അങ്ങനെ വിശ്വസിക്കും.
കൃത്യമായി ഒരു രാഷ്ട്രീയ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മുഹമ്മദ് റിയാസ് തുടക്കം മുതൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ SFI, DYFI, CPM എന്ന് പറയുന്ന ഒരു പിന്നെ കൃത്യമായ ഘടനയിലൂടെ സഞ്ചരിച്ചു പോകുന്ന ഒരാളാണ്. തന്നെയുമല്ല, ഈ മുഹമ്മദ് റിയാസിനെ കുറിച്ച് എന്ത് അഴിമതി ആരോപണങ്ങളാണ് PV അൻവർ ഉയർത്തിക്കൊണ്ടുവരുന്നത്? മരുമോനിസം എന്ന് പറയുന്നുണ്ടല്ലോ. എവിടെയാണ് ഈ പറയുന്ന മുഹമ്മദ് റിയാസ് അഴിമതി കാണിച്ചതായിട്ട് PV അൻവറിന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? എവിടെയെങ്കിലും മുഹമ്മദ് റിയാസ് കള്ളനാണെന്നോ, മുഹമ്മദ് റിയാസ് അഴിമതിക്കാരനാണെന്നോ, മുഹമ്മദ് റിയാസ് സ്വജനപക്ഷപാതക്കാരനാണെന്നോ, എവിടെയെങ്കിലും ഒരു പാല നിർമ്മാണത്തിൽ അഴിമതി കാട്ടിയെന്നോ പറഞ്ഞുകൊണ്ട് എവിടെയെങ്കിലും ഒരു തെളിവ്, ഒരു കഴഞ്ച് തെളിവെങ്കിലും ഹാജരാക്കാൻ PV അൻവറിനെ കൊണ്ട് സാധിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ മരുമോനിസം എന്ന് പറയുന്ന വാക്ക് വരുന്നത്? അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്ന ടൂറിസം വകുപ്പാണെങ്കിലും, അതല്ല അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്ന പൊതുമരാമത്ത് വകുപ്പാണെങ്കിലും വളരെ കൃത്യമായി പ്രവർത്തിച്ചു പോരുന്ന എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന വകുപ്പുകളാക്കി മാറ്റാൻ ശരിക്കും മുഹമ്മദ് റിയാസിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഭരണ നേട്ടം തന്നെയാണ്. അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ ഒരുപക്ഷെ അൻവറിന്റെ മുട്ട് പറയ്ക്കുന്നത്. അൻവറിന്റെ മുട്ട് പറച്ചു. അൻവറിന്റെ മുട്ട് പറയുന്ന കാര്യം, ഇങ്ങനെ ഒരു വോട്ടിങ്ങിൽ വിള്ളൽ വീഴാൻ സാധ്യതയില്ല എന്നുള്ള കാര്യം മുൻകൂട്ടി കണ്ടറിഞ്ഞ ഒരാളാണ് PV അൻവർ. അവിടെ ആ ബേപ്പൂരിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ബേപ്പൂരിലെ ജനങ്ങൾ ഒരു ഈ വർഗീയ രാഷ്ട്രീയത്തിനോട് അത്ര ഒരു ഇത് പൊരുത്തപ്പെടുന്ന ആൾക്കാരല്ല. അവർക്കൊക്കെ എപ്പോഴും ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സിനകത്ത് നിന്നുണ്ട്. ഇതെല്ലാം പാർട്ടി വോട്ടുകളാണ് മുഹമ്മദ് റിയാസിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും തിരിഞ്ഞു വരില്ല ഇവിടെ. അപ്പം അതേ മനസ്സിൽ 2 ന്യൂനപക്ഷക്കാരാണ്. അപ്പം മുഹമ്മദ് റിയാസ് ആണെങ്കിൽ തന്നെയും PV അൻവർ ആണെങ്കിൽ തന്നെയും അവിടെ പ്രശ്നമുണ്ട്. കാര്യം PV അൻവർ എന്ന് പറയുന്ന ഒരാൾ ഈ മുഹമ്മദ് റിയാസിന് പറ്റിയ ഏറെയല്ല എന്ന് PV അൻവറിന് മനസ്സിലാക്കിയിട്ടുണ്ട്. തന്നെയല്ല, UDF ഒട്ടും പ്രസക്തി ഇല്ലാത്ത ഒരു പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസുമായിട്ട് ചേർന്നിട്ട്, അല്ലെ തൃണമൂൽ കോൺഗ്രസിന്റെ ടിക്കറ്റിൽ എങ്ങനെ അവിടെ മത്സരിക്കും? തോറ്റുപോയാൽ എന്ത് ചെയ്യും? ഈ പറയുന്ന PV അൻവറിന് ജീവിതകാലത്ത് പിന്നെ നേരെ നിൽക്കാൻ പറ്റില്ല. അപ്പൊ ഈ തോൽവി അവിടെ സംഭവിക്കണമെന്ന് UDF നേതാക്കൾ ഒരു പക്ഷെ കരുതി കണക്ക് കൂട്ടുന്നുണ്ടാകാം. അങ്ങനെ കണക്ക് കൂട്ടിയാൽ PV അൻവർ എന്ന് പറയുന്ന ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലയളവിലെല്ലാം പിന്നെ UDFനെ ഏറ്റവും വലിയ തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരുന്ന ഒരു വിഷവിത്തിനെ എടുത്ത് പുറത്ത് കളഞ്ഞു എന്ന് UDFനും പിന്നെ താല്പര്യം, അല്ലെങ്കിൽ UDFനും അഭിമാനിക്കാൻ പറ്റുന്നൊരു വകയാണ്. അപ്പൊ പിന്നീട് PV അൻവർ നാളെ വരുത്തില്ല. PV അൻവർ പരാജയപ്പെട്ടാൽ ഒരു മന്ത്രിസ്ഥാനം അവിടെ ലാഭിക്കാൻ പറ്റും. കാരണം PV അൻവറിന്റെ ഒരു ഘടകകക്ഷിക്ക് ഒരു മന്ത്രിസ്ഥാനം കൊടുത്തേ പറ്റൂ. അങ്ങനെ വരുമ്പോൾ PV അൻവർ അവിടെ ജയിച്ചാൽ PV അൻവർ ഒരു മന്ത്രിയാവും. അപ്പോൾ അയാൾ പറയുന്ന മന്ത്രിയാവണം. PV അൻവറിന്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. അയാൾ പറയുന്ന മന്ത്രി ആയില്ലെങ്കിൽ, ആ മന്ത്രിസ്ഥാനം കൊടുത്തില്ലെങ്കിൽ ഇയാൾ അത് താഴെയിടും. പിന്നെ MLA സ്ഥാനം രാജിവെച്ച് പുറത്തോ മടിയില്ലാത്ത പിന്നെ വൃത്തികെട്ടവനാണ് PV അൻവർ എന്ന് UDF കൃത്യമായിട്ട് അറിയാം. ഏത് സമയത്തും PV അൻവർ ചാടും. ചാടിക്കഴിഞ്ഞാൽ നഷ്ടം ഈ മുന്നണിക്കാണ്. മുന്നണി ഒരു MLA കുറയും. ആ MLA കുറയുകയും ചെയ്യും, വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് വരികയും ചെയ്യും. അപ്പൊ അങ്ങനത്തെ പ്രശ്നമുണ്ട് അവിടെ. അപ്പൊ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒന്നുകിൽ UDF PV അൻവറിനെ ജയിപ്പിക്കത്തില്ല. അത് വേറൊരു കാര്യം. ജയിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത മന്ത്രിസഭാ രൂപീകരണത്തിൽ ഒരു മന്ത്രി സ്ഥാനം കൊടുക്കേണ്ടിയും വരും. അത് ഏണിയാവും. ഈ ഏണിയാവും എന്നുള്ളത് UDFന് കൃത്യമായിട്ട് അറിയാം. ഒന്നാമത് ഇവിടെ ഉള്ള എല്ലാവർക്കും കൂടെ വീതം വെക്കാൻ മന്ത്രിസ്ഥാനം ഇല്ല. ആകെപ്പാട് എത്ര മന്ത്രിസ്ഥാനം കൊടുക്കാൻ പറ്റും? കൂടി വന്ന 13 മന്ത്രിസ്ഥാനം കൊടുക്കാൻ പറ്റും, അല്ലെ 14 മന്ത്രിസ്ഥാനം കൊടുക്കാൻ പറ്റുമായിരിക്കും. ഇതില് റിസർവ് ആയിട്ട് ഇരിക്കുന്ന 5 എണ്ണം മാറി. അത് ലീഗിന് കൊടുത്തേ പറ്റൂ. ഈ 5 എണ്ണം കൊടുക്കണം. ഇപ്പം CP ജോൺ തിരുവനന്തപുരം സെൻട്രൽ മത്സരിക്കുമെന്ന് കേൾക്കുന്നു. CP ജോണിന് ഒരെണ്ണം കൊടുക്കണ്ടേ മന്ത്രിസ്ഥാനം? കാരണം അത്രയും എഫിഷ്യന്റ് ആയിട്ട് CMBയിൽ ഒരു നേതാവാണ്. ഇനി അടുത്ത തവണ KK രമ വന്നിട്ട് പറയും എനിക്കൊരു മന്ത്രിസ്ഥാനം വേണമെന്ന് പറയും. അത് കൊടുത്തല്ലേ പറ്റൂ. അപ്പൊ എത്ര 7 മന്ത്രിസ്ഥാനം മാറി. ഇനിയിപ്പം അവിടെ നിന്നുണ്ട് മാനന്തവാടിയിൽ ഇപ്പം CK ജാനുവിനെ മത്സരിപ്പിക്കാൻ പോകുന്നു. അപ്പൊ CK ജാനു അവിടെ ജയിച്ചു കഴിഞ്ഞാൽ CK ജാനു മന്ത്രിസ്ഥാനത്തിന് ആവശ്യപ്പെടും. അത് പിന്നോക്ക ക്ഷേമ വകുപ്പ് തന്നെ അവർ ചോദിക്കുകയും ചെയ്യും. അപ്പൊ ഓരോ ഘടകകക്ഷിക്കും പിന്നീട് ഓരോ മന്ത്രിമാരെ കൊടുക്കണം. RSP ജയിക്കാൻ സാധ്യതയില്ല എങ്കിൽ തന്നെ RSP ജയിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു മന്ത്രിസ്ഥാനം കൊടുക്കണ്ടേ? അപ്പൊ അവർക്കും മന്ത്രിസ്ഥാനം കൊടുക്കണം. അപ്പൊ എല്ലാം കൂടെ കാൽക്കുലേറ്റ് വരുമ്പോൾ ഏകദേശം 10ഓളം വരുന്ന പിന്നെ മന്ത്രിസ്ഥാനം ഘടകകക്ഷികൾക്ക് കൊടുക്കണം. PJ ജോസഫിന് കൊടുക്കണ്ടേ? PJ ജോസഫ് പറയുന്നതാണ് കണക്ക്. എനിക്ക് ഇത്ര മന്ത്രിസ്ഥാനം PJ ജോസഫിന് വേണം, അതും കൊടുക്കണം. അപ്പം പിന്നെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് എത്ര മന്ത്രിസ്ഥാനം കിട്ടും? സ്വാഭാവികമായിട്ട് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. എന്തായാലും ലീഗ് 5 കുറഞ്ഞൊന്നും ലീഗിനെ ആഗ്രഹിക്കില്ല. അപ്പൊ ഈ രീതിയിലായിരിക്കും അതിന്റെ ഒരു മന്ത്രിസഭാ രൂപീകരണം വരുന്നത്. അപ്പൊ ഘടകകക്ഷികൾക്ക് എല്ലാവർക്കും കൂടെ ആദ്യം വീതം വെച്ചതിന് ശേഷം മാത്രമേ കോൺഗ്രസിനുള്ള മന്ത്രിമാർക്ക് കൊടുക്കൂ. അതിലൊരു മുഖ്യമന്ത്രി കിട്ടുമായിരിക്കും. ആഭ്യന്തരം ചിലപ്പം ആ മുഖ്യമന്ത്രി തന്നെ നോക്കാനാണ് സാധ്യത ഇപ്പോൾ നിലവിലത്തെ സാഹചര്യം വെച്ചുകൊണ്ട്. പിന്നെ ജമാഅത്ത് ഇസ്ലാമിക്കാർ വന്നാൽ എന്ത് ചെയ്യും? ജമാഅത്ത് ഇസ്ലാമി മത്സരിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞ് ജമാഅത്ത് ഇസ്ലാമിക്ക് കൊടുക്കണം. അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു സീറ്റിന്റെ ആപ്പാടെ 13 സീറ്റ്, 13 അല്ലെങ്കിൽ 14 മന്ത്രിമാരെ മാക്സിമം ഉൾക്കൊള്ളിക്കാൻ പറ്റൂ. പോട്ടെ, ഇവര് ശല്യം കാരണം 15 വേണം ഇട്ടോട്ടെ. അപ്പൊ ഇവരെയൊക്കെ എങ്ങനെ കൊള്ളിക്കുമെന്ന് പറ. അപ്പൊ ഇങ്ങനെ ഒരു ആശയക്കുഴപ്പത്തിലേക്ക് പോകും. അപ്പൊ ഇവർ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നിലവിൽ ഇപ്പൊ പുതുതായിട്ട് വരുന്ന CK ജാനുവിന് പണി കൊടുക്കും, അതോടൊപ്പം തന്നെ PV അൻവറിന് പണി കൊടുക്കും.
ഇങ്ങനെ വരുന്ന ഇത് രണ്ടും പ്രധാനപ്പെട്ട ശല്യങ്ങളാണ്. ഈ രണ്ട് ശല്യങ്ങളെ ഒതുക്കി നിർത്തും. ഇനി എവിടെയെങ്കിലും പി വി അൻവറിന്റെ ഈ പറയുന്ന പാർട്ടിയിൽപ്പെട്ട ഏതെങ്കിലും ഒരുത്തൻ ജയിച്ചാൽ അവർക്കും ചിലപ്പോൾ മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടി വരും. പി വി അൻവർ അത് വാദിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന നിലവിൽ കുറേയധികം പ്രശ്നങ്ങളുണ്ട്. ഈ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഇത്തരം പ്രശ്നങ്ങളെ ഒഴിവാക്കി നിർത്തുക. ബാക്കിയുള്ളതല്ലേ പിന്നെ ഇവർക്കെല്ലാം വീതിച്ചു കൊടുക്കാൻ പറ്റും. ഈ റവന്യൂ വരുന്നുണ്ട്, റവന്യൂ കൊടുക്കണം. പിന്നെ വനം ഇവർക്ക് ആർക്കെങ്കിലും കൊടുക്കും. വനം മിക്കവാറും ഈ പറയുന്ന പി വി ജനിച്ചാൽ പി വിക്ക് കൊടുക്കും. ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ അടുത്ത പിന്നെ ഈ പറയുന്ന പിന്നോക്ക ക്ഷേമ വകുപ്പ് ചിലപ്പം സി കെ ജാനിന് കൊടുക്കും. ഇനിയിപ്പോ ഇങ്ങനെ ഒരു വലിയൊരു പ്രശ്നത്തിലേക്ക് പോകും. ഇപ്പം സി പി ജോണിനെ സംബന്ധിച്ചിടത്തോളം സി പി ജോണിന് എന്റെ അഭിപ്രായം പറയാണ്, സി പി ജോണിനെ സംബന്ധിച്ചിടത്തോളം സി പി ജോണിന്റെ ഒരു കാലിബർ വെച്ചിട്ട് സി പി ജോണിന് കൊടുക്കുക, സി പി ജോൺ ജയിച്ചാൽ കൊടുക്കാൻ പറ്റുന്ന ഒരു മന്ത്രിസ്ഥാനം വിദ്യാഭ്യാസ വകുപ്പ് കൊടുക്കണം. എൻ്റെ ഒരു ഇതാണ്. വിദ്യാഭ്യാസ വകുപ്പ് അദ്ദേഹം നല്ല കാര്യമായി ഹാൻഡിൽ ചെയ്യാൻ കഴിവുള്ള ഒരാളാണ്. പക്ഷേ നിലവിൽ അങ്ങനെ ഒരു ഇത് കൊടുക്കാൻ സാധ്യതയുള്ള മിക്കവാറും കെ എം ഷാജിക്കായിരിക്കും. കെ എം ഷാജി ജയിച്ചാൽ കെ എം ഷാജിക്കായിരിക്കും വിദ്യാഭ്യാസം. കാരണം മുസ്ലിം ലീഗിന് അവകാശപ്പെട്ടതാ വിദ്യാഭ്യാസ വകുപ്പ്, അല്ലെങ്കിൽ ജോസഫ് ഗ്രൂപ്പിന് അവകാശപ്പെട്ടതാ. ഇത് കാലാകാലങ്ങളായി യു ഡി എഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നയം ഇതാണ്. യു ഡി എഫ് ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടങ്ങളിൽ മുഴുവനായി അത് ലീഗിനുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ്. ഇത് പിന്നെ ഈ വിദ്യാഭ്യാസം തീരെ ഇല്ലാത്ത, അക്ഷരം പോലും കൂട്ടി വായിക്കാൻ അറിയാൻ വേണ്ട മുസ്ലിം ലീഗ് നേതാക്കന്മാര് വിദ്യാഭ്യാസ വകുപ്പ് ഭരിച്ചിട്ടുണ്ട് യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികളും യു ഡി എഫിനെ കാര്യമായി വലയ്ക്കാനുള്ള സാധ്യതയുണ്ട്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായി അടി നടക്കാൻ പോവാ. ഇപ്പം കെ സി വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ, പിന്നെ ഇയാള് നമ്മുടെ ഷാഫി പറമ്പിൽ, ഇത് ഇത്രയും പേര് 4 പേര് എന്തായാലും. പിന്നെ ജയിക്കുവാണെങ്കിൽ അടൂർ പ്രകാശ് മത്സരിക്കാൻ സാധ്യതയുണ്ട്. അടൂർ പ്രകാശിന് പേരാവൂരിൽ നിന്നുള്ള KPC അധ്യക്ഷനായിരിക്കുന്ന നമ്മുടെ സണ്ണി വക്കീലിന് ഇവർക്കെല്ലാം കൊടുക്കണ്ടേ? ഇവർക്കെല്ലാം കൊടുക്കണം. അപ്പൊ തന്നെ 6 പേര് മന്ത്രിസ്ഥാനത്തിന് അർഹനായി, അപ്പുറത്ത് 8 പേരായി, അപ്പൊ 14ആയി. ഇങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ട്. ഇപ്പൊ നമ്മൾ വെറുതെ ഒന്ന് കണക്കൂട്ടിയാണ് ഈ 6 പേരെന്ന് പറഞ്ഞാൽ, ഇനി ഞാൻ അപ്പുറത്ത് എത്രയോ പേര് വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ അടൂർ പ്രകാശ് എന്തായാലും ചോദിക്കുന്നുള്ള കാര്യം നമുക്കറിയാം. ഇനി വേറൊരാളുണ്ട് കെ സുധാകരൻ, അപ്പൊ 7 പേരായി. അപ്പൊ 7 പേര് ഇപ്പോഴേ മന്ത്രിക്കുപ്പാൻ തയ്പ്പിച്ചോണ്ടിരിക്കുവോ. ഇനി ഇതിനകത്ത് രമേശ് ചെന്നിത്തല, കെ സി വേണുഗോപാല്, വി ഡി സതീശൻ, ഇവര് 3 പേരും തമ്മിൽ വേറൊരു തർക്കം ആരംഭിക്കാൻ പോവാ. ഇവര് 3 പേരും തമ്മിൽ അടി ഉണങ്ങാൻ പോവാ. ആരാണ് മുഖ്യമന്ത്രി? ഈ ഒരു പ്രശ്നം വരും. അപ്പൊ ആഭ്യന്തരം വേറൊരാൾക്ക് കൊടുക്കേണ്ടി വരും. പിന്നെ അതോടൊപ്പം ശശി തരൂർ നിയമത്ത് മത്സരിച്ച് ജയിച്ചാൽ ശശി തരൂർ അടുത്ത പാരയായിട്ട് വരും. കെ മുരളീധരൻ എവിടെയെങ്കിലും ജയിച്ചാൽ എന്ത് ചെയ്യും? കെ മുരളീധരൻ എന്ത് കൊടുക്കും? അപ്പം ഇവർക്കെല്ലാം ഇപ്പൊ തന്നെ മന്ത്രിമാരുടെ എണ്ണം കൊണ്ട് തിക്കി നിറഞ്ഞു നിൽക്കുകയാണ്. കാര്യം കെ മുരളീധരനായി, വി ഡി സതീശനായി, പിന്നെ രമേശ് ചെന്നിത്തലയായി, കെ സി വേണുഗോപാലായി, അടൂർ പ്രകാശായി, കെ സുധാകരനായി, ഷാഫി പറമ്പിലായി, അങ്ങനെ 7-8 പേര് നിരന്ന് നിൽക്കുകയാണ് കോൺഗ്രസിനകത്ത് മന്ത്രിമാരാവാൻ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഘടകകക്ഷികളെ കൂടെ സൂചിപ്പിക്കണം. ഇതൊന്ന് ആലോചിച്ച് നോക്കി, എത്ര വരുമെന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ തന്നെ 8 പേരും അതും കൂടെ കൂട്ടി 16 മന്ത്രിമാരോ കേരളത്തിന്. അപ്പോൾ ഇനി മന്ത്രിസഭ വികസിപ്പിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും, അല്ലെങ്കിൽ ടേം വ്യവസ്ഥ വെക്കും. ഇനിയും കുഞ്ഞാലിക്കുട്ടിയൊക്കെ പിന്നെ ഉപമുഖ്യമന്ത്രി എന്ന് പറയുന്നൊരു പൊസിഷന് വേണ്ടി പിടിച്ചോണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെ ഇത്രയും വലിയൊരു പ്രശ്നത്തിലേക്ക് കോൺഗ്രസ് പോകാതെ, അല്ലെങ്കിൽ UDF അല്ലെങ്കിൽ പോകാതിരിക്കണമെങ്കിൽ ഈ പറയുന്ന പുതിയതായിട്ട് വന്ന 2 ഘടകകക്ഷികളെ പരാജയപ്പെടുത്തണം. ഇപ്പൊ ഒന്ന് CK ജാനുവിനെയും ഈ പറയുന്ന നമ്മുടെ അൻവറിനെ പരാജയപ്പെടുത്തി തന്നെ നിന്നാലേ കാര്യം നടക്കൂ. കെ രമയ്ക്ക് എന്തായിരുന്നാലും ഒരു മന്ത്രിസ്ഥാനം കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. കെ രമ അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു നേതാവാണ്. കെ രമയോട് എനിക്ക് വ്യക്തിവിരോധമോ അല്ലെങ്കിൽ പൊളിറ്റിക്കലായിട്ടുള്ള യാതൊരു വിരോധമില്ല. കാര്യം കെ രമ ഏബിളാണ്. ഇത്രയും കാലം അവർ നിന്നതിൽ നിന്ന് കെ രമയ്ക്ക് ഒരു സ്ഥാനം, അർഹിക്കുന്ന ഒരു സ്ഥാനം അവർ കൊടുക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ UDF അധികാരത്തിൽ വന്നാൽ അത് എത്രത്തോളം വരും എന്നുള്ള കാര്യം രണ്ടാമത്തെ കാര്യം. എന്നിരുന്നാൽ തന്നെയും അതിനൊരു സാധ്യതയുണ്ട്. അപ്പം CMB ആയി, RMB ആയി, ലീഗായി, പിന്നെ തൃണമൂൽ കോൺഗ്രസ് ആയി, CK ജാനുവിന്റെ എന്തൊരു ഡെമോക്രാറ്റിക് പാർട്ടിയുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വലിയ പ്രതിസന്ധിയെ മറികടക്കാൻ വേണ്ടി PV അൻവറിനെ അവിടെ ബലി കൊടുക്കാനാണ് UDF ഉദ്ദേശിക്കുന്നതെന്ന് മാത്രമാണ് എനിക്ക് ഈ കാര്യത്തിൽ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ.